ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് മാത്രമല്ല, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ഇനി നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ്, നമ്മൾ ഇതേപോലെ സാമ്പാർ പരിപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഏതാണേലും അതിനകത്ത് വണ്ട് കയറി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും വണ്ടൊക്കെ കയറിയിട്ട് പരിപ്പൊക്കെ ചീത്തയായി പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ 2-3 വെളുത്തുള്ളിയുടെ ഇതളുകൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് എത്ര നാളാണേലും നമുക്ക് പരിപ്പോ അതെല്ലാം കടല എന്താണേലും നമുക്ക് ചീത്തയാകാതെ സൂക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ അടുത്ത ടിപ്പ്, നമ്മൾ ഇറച്ചിയൊക്കെ കഴുകുന്നതിനായിട്ട് ഒരു ഇറച്ചിക്കൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ. അപ്പോൾ ആ സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കഴുകിയെടുക്കുക. അപ്പോഴത്തേനും ആ ഇറച്ചിയുടെ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും. അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇറച്ചിയാണേലും അതേപോലെ തന്നെ മീനാണേലും നമുക്ക് ആ ഒരു സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം വെച്ച് ഇതേപോലെ ഒന്ന് കഴുകി നോക്കുക. വേണമെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിനകത്തുള്ള ആ സ്മെല്ലും അഴുക്കും എല്ലാം പോയി കിട്ടും. അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ചെയ്തു നോക്കുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ അരിയൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഇതേപോലെ പച്ചരിയാണേലും ചാക്കരിയാണേലും എന്തും മേടിച്ച് നമുക്ക് സ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും വണ്ടൊക്കെ കയറിയിട്ട് ചീത്തയായിപ്പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ചിരട്ട കഷ്ണം ഇട്ട് കൊടുക്കുക. അപ്പം നമുക്കതാകുമ്പോൾ അരി കോരി എടുക്കുകയും ചെയ്യാം. അതുമാത്രമല്ല, അരിക്കകത്തുള്ള ഈർപ്പമെല്ലാം അതിനകത്ത് പിടിച്ചിട്ട് അരി ചീത്തയാകാതെ എത്ര നാൾ വേണേലും നമുക്കിതേപോലെ സൂക്ഷിക്കാൻ പറ്റും. അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം മുട്ടയൊക്കെ നമ്മൾ പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ അല്ലാതെ പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതേപോലെ ആ കൂർത്ത ഭാഗം നമുക്ക് അടിഭാഗത്തോട്ട് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് മുട്ട എത്ര നാൾ വേണേലും കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും നമ്മൾ പുറത്ത് വെച്ച് മുട്ടയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇതേപോലെ വെച്ചാൽ ഒരു 2 മാസത്തോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോഴത്തേനും, ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്താണേലും അതേപോലെ രാത്രിയൊക്കെ കറണ്ട് പോകുമ്പോഴത്തേനും കിച്ചണിൽ നമുക്ക് മെഴുകുതിരി ആവശ്യമുണ്ടെങ്കിലും ഇതേപോലെ ഒഴിക്കുമ്പോഴത്തേന് ആ ഭാഗത്തെല്ലാം വൃത്തികേടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ചിരട്ട എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ഉരുക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് ഉരുക്കി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇരിക്കത്തില്ല. അതേപോലെ ചിരട്ട നമ്മൾ എടുക്കുമ്പോഴത്തേനും നല്ല ഇരിക്കുന്ന ചിരട്ട വേണം എടുക്കാൻ. നമ്മുടെ തറയിൽ ഒത്ത് നിരപ്പായിട്ട് ഇരിക്കുന്ന ചിരട്ട വേണം എടുക്കാൻ. അപ്പോൾ 3 കണ്ണുള്ള ചിരട്ടയാകുമ്പോഴത്തേനും നല്ല കറക്റ്റായിട്ട് ഇതേപോലെ ഇരിക്കും. കാരണം അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചിരട്ട മെഴുകുതിരിയുടെ പകുതി ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു വലിയ ചിരട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് മെഴുകുതിരി പെട്ടെന്ന് കത്തിത്തീരത്തില്ല. നമുക്ക് എത്ര ദിവസം വേണേലും ഇതേപോലെ തന്നെ കത്തിക്കൊണ്ടിരിക്കും. കാരണം കറണ്ട് പോകുമ്പോഴത്തേനൊക്കെ നമുക്ക് ഇതേപോലെ 2-3 മെഴുകുതിരി ഇതേപോലെ ചിരട്ടയിൽ വെള്ളമാക്കിയിട്ട് നമുക്ക് എവിടെ വേണേലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതുമാത്രമല്ല, നമ്മൾ ഉരുക്കി ഒഴിച്ച് വരുമ്പോഴത്തേനും ഒരു വൃത്തികേടാവും. എല്ലായിടത്തും ഉരുക്കി ഒഴിച്ചിട്ട് ടേബിളാണേലും എവിടെ ആണേലും നമുക്കത് ഉരുക്കി ഒഴിക്കുന്ന ഭാഗത്തൊക്കെ വൃത്തികേടാവും. അപ്പോൾ ഇതേപോലെ ചിരട്ടയ്ക്കകത്താകുമ്പോഴത്തേനും നമുക്ക് ചിരട്ടയൊക്കെ വീട്ടിൽ കാണുമല്ലോ. അപ്പം ഇതേപോലെ നമുക്ക് എത്ര ചിരട്ട വേണമെങ്കിലും പല സ്ഥലത്തായിട്ട് നമുക്ക് ഇതേപോലെ മെഴുകുതിരി കത്തിച്ച് വയ്ക്കാൻ പറ്റും. കൂട്ടത്തിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഉരുകി തീരത്തില്ല. നമുക്ക് എത്ര നേരം വേണേലും ഇതേപോലെ കത്തിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.